നാട്ടിലെങ്ങും തിരഞ്ഞെടുപ്പ് ചർച്ചയാണല്ലോ. അപ്പം മുതിർന്ന നേതാക്കന്മാരെ മുതൽ യുവനിരയെ വരെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ടർമാർ. മുതിർന്ന നേതാക്കൾ വീണ്ടും വീണ്ടും മത്സരിക്കുന്നതിനെ കുറിച്ചും യുവാക്കൾ പയറ്റി തെളിയുന്നതിനെ കുറിച്ചുമൊക്കെ ചൂടേറിയ വർത്തമാനവുമുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിന് പ്രായപരിധി വേണോ? ഈ ചോദ്യമാണ് ഇന്ന് വൈറ്റ് ടോക്ക് ചോദിക്കുന്നത്. കാണാം സിയ സൂസൻ സാമും സരിക സജി നടത്തിയ യാത്ര. വിജയ് ഫാനാണോ? അതെ. തരൂ. ഇന്ന് നമ്മൾ കുറെ ഒപ്പീനിയൻസ് എടുത്തപ്പോഴേക്കും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, യൂത്ത് കാൻഡിഡേറ്റ്സ് ആയിട്ട് വരണമെന്ന്. യൂത്ത് മുന്നോട്ട് വരുമ്പോഴായാലും രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസിന് ഒരു പ്രാധാന്യം ഇല്ലേ? പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഈ ഗവൺമെന്റ് ജോലിയിൽ ഉള്ള പോലെ ഒരു റിട്ടയർമെന്റ് ഏജ് ഇതിനും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ചോദ്യം അതാക്കിയാലോ? സ്ഥാനാർത്ഥിത്വത്തിന് പ്രായപരിധി വേണം. കമോൺ. നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരുമല്ലേ, ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പ്രായപരിധി വേണോ വേണ്ടയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കാരണം നല്ല പ്രായമുള്ളവർ കൊണ്ടുപോയിരുത്തിട്ട് എന്താ, ചിലപ്പോൾ 2 വർഷമാകുമ്പോൾ മരിക്കും, 1 വർഷമാകുമ്പോൾ മരിക്കും, അല്ലെ പിന്നെ എണീറ്റെടുക്കാൻ പറ്റൂല. ചെറുപ്പക്കാരാകുമ്പോൾ കുറച്ചും കൂടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ചെറുപ്പക്കാർ വേണം, കാരണം പക്വത ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ആരും പരിപ്പും വിവരവും ഒന്നും ഇല്ലല്ലോ. 30 വയസ്സിന് 30-35 വയസ്സുള്ളവരൊക്കെ അങ്ങനെയുള്ളവരാകുമ്പോൾ ഇത്തിരി പരിചയങ്ങളൊക്കെ വരുമല്ലോ അല്ലേ. എബോവ് 50. നിലവിലുള്ള ഗവൺമെന്റ് ദുർബല ഗവൺമെന്റാണ്. അഴിമതിക്കാരും വഞ്ചനക്കാരും ചതിയന്മാരൊക്കെയാണ്. പുതിയൊരു നല്ലൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അത് യുവാക്കളായിരിക്കണം. നിന്റെ പുല്ലാങ്കുയൽ പാട്ട് കേട്ടിന്നലെ, നിന്റെ പുല്ലാങ്കുയൽ പാട്ട് കേട്ടിന്നലെ, പൊന്നാര ചെക്കൻ വന്നു ഏത് പ്രായാലും കുഴപ്പമില്ല, അഴിമതി ഇല്ലാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പ്രായം കുറഞ്ഞവർക്കും പ്രായം കൂടിയവരെക്കാളും കുറെ കുഴപ്പങ്ങൾ കാണിക്കാനും പറ്റും, നല്ലതും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബിലോ 28 ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു എടുത്തുചാട്ടം ആണെന്ന് ആർക്കും കരുതാൻ പാടില്ലല്ലോ. കാരണം അവർക്കൊരു എന്താ പറയുക, ഒരു മെച്യൂരിറ്റി വേണം. വേണ്ടെന്ന് വെച്ചു. എന്താന്ന് വെച്ചാൽ അവർക്ക് 70 above വേണോ? അയ്യോ വേണ്ട. ഇപ്പോൾ ഉള്ള ഭരണം എന്തായാലും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 60 വയസ്സിന് താഴെയുള്ളവർ വേണം, പക്വത വേണം മനുഷ്യൻ. എത്രയാണ് എബവ് ആയിരിക്കണം? അപ്പൊ ഒരു 40-60 അതിന്റെ ഇടയിലായിരിക്കും. ഒരു 35-40 അങ്ങനെയുള്ള ഒരു ഇതില് അതിന് മേപ്പോട്ട് പോരുത്. ഈ പ്രായമുള്ളവർക്ക് അവസരം കൊടുത്തിട്ട് അവരെന്താണ് കട്ടുപിടിക്കണത്. അപ്പൊ ഈ 70 above ഉള്ള സീനിയേഴ്സ് ഒക്കെ വഴിമാറി കൊടുക്കണമെന്നാണ് പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ ഈ ഷാപ്പി പറമ്പില് അങ്ങനത്തെ ഒരാളാ പൊതുവെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹം നല്ലത്. പുതിയ പിള്ളേരൊക്കെ പ്രായപരിധി വേണം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ AK ശശീന്ദ്രനൊക്കെ പോലുള്ളവരൊക്കെ മാറേണ്ട കാര്യം, അവർക്കൊക്കെ പ്രായമായ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും. പഠിച്ച ആൾക്കാർ വരും, മെയിനായിട്ട് എഡ്യൂക്കേഷനുള്ള ആൾക്കാർ വരും. പഴയ ആൾക്കാർക്ക് അത്ര ഒരു ഇതില്ല. എല്ലാം കുടുംബ രാഷ്ട്രീയമാണ് ഇപ്പം നടക്കുന്നത്. നല്ല പഠിച്ച ആളുകൾ വരണം, അതാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പ്രായപരിധി ഒരു 50 താഴത്തോട്ട് വരാം. പ്രായവരൊക്കെ വീട്ടിലിരിക്കട്ടെ, പിള്ളേരെ കൊച്ചു പിള്ളേരെ ഇത് നോക്കട്ടെ എന്ന്. യുവാക്കൾക്കുള്ള അവസരം കൊടുക്കണോ? അത് നമുക്ക് പറയാനുള്ളത്. ഒരു 40-45 വയസ്സിന്റെ ഉള്ളിലൊക്കെ പറ്റേ, അത് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് ഏജ് വേണ്ടേ? എടാ, അങ്ങനെയാണ് നോക്കുവാണെങ്കിൽ ലോകരാജ്യങ്ങളിലെ രാജ്യത്തലവന്മാരെല്ലാം 60 above അല്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ഏജിലല്ല എഫിഷ്യൻസിക്കാണ് കാര്യം. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായിട്ട് കാണാം. സൈനിങ് ഓഫ്, സിയ സൂസൻ, സരിക സജി, ബൈ ബൈ.